മമ്മി ഞാൻ കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഒരു ജസ്റ്റ് ഒരു ഗെയിം പോലെ. അപ്പം മമ്മിക്ക് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാം. അപ്പം മമ്മിയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതിന് മമ്മിക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് രണ്ടുപേർക്കും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഇത് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജസ് വന്നത് എൻ്റെ സ്റ്റാഫ് തന്നെ എഴുതി, മാം ഇനിയുള്ള നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ അതിന് ആൻസർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നോക്കിയാൽ മതി എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒന്നുമില്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്തൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് മമ്മി എടുത്തോ, മാറ്റിയെടുക്കാൻ പറ്റില്ല കേട്ടോ, ഒരൊറ്റ ക്വസ്റ്റ്യൻ എടുക്കാൻ പാടുള്ളൂ. ഹാൻഡ്ലിങ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. നല്ല ടോപ്പിക്കാ പറയാൻ. മിലൻ പറഞ്ഞോ? ഞാനാണ് പറയണ്ടത്? മമ്മി എടുത്ത മമ്മി പറഞ്ഞു, അല്ലെങ്കിൽ ഫസ്റ്റത്തെ വേണേൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഒപ്പീനിയൻസ് കസ്റ്റമേഴ്സിൻ്റെ ആണോ അതോ നമ്മുടെ സ്റ്റാഫിൻ്റെ ഇടയിലുള്ളതാണോ എന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ നമ്മുടെ മിലാൻ ചിക്കനെ കുറിച്ചാണ് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഏറ്റവും ബെസ്റ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നന്നായിട്ട് നമ്മൾ ലിസൺ ചെയ്യണം എന്താ കാര്യം എന്നുള്ളത്. കാരണം ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് എൻ്റെ വ്യൂ പോയിന്റിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് എൻ്റെ ഒപ്പീനിയൻ, മമ്മിയുടെ വ്യൂ പോയിന്റിൽ മമ്മിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് മമ്മിയുടെ. ഇനി മൂന്നാമത് കേൾക്കുന്ന ആൾക്ക് വേറൊരു വ്യൂ പോയിന്റ് ആയിരിക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ പറയുന്ന ഒപ്പീനിയനും ഞാൻ പറയുന്ന ഒപ്പീനിയനും ഏതിനാണ് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഫ്യൂച്ചറിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറവ് എന്ന് നോക്കിയിട്ട് അത് നമ്മൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ ആ ഒരു ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്, ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നതെന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ വ്യൂ പോയിന്റ് ഞാൻ അങ്ങനെയായിരിക്കും ചെയ്യുക. ഇപ്പോൾ പല ഒപ്പീനിയൻ വന്നാൽ എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഏതിന് കുറവും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഏതിന് കൂടുതലും ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യാൻ പോവുക. ഞാൻ ഇനി മമ്മിക്ക് എടുക്കാവേ. വലിയ ക്വസ്റ്റ്യനാ. ഓ, ഞാൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു, എന്നാലും മമ്മി പറഞ്ഞു മോസ്റ്റ് ഫേവറേറ്റ് ഡ്രസ് അതല്ലെങ്കിൽ മോസ്റ്റ് കംഫർട്ടബിൾ ഡ്രസ് ഏതാണ്? സത്യം പറയുകയാണെങ്കിൽ കംഫർട്ടബിൾ, മോസ്റ്റ് ഫേവറേറ്റ് ഡ്രസ് ഓർ മോസ്റ്റ് കംഫർട്ടബിൾ ഡ്രസ്സ്. എൻ്റെ ജെന്യുവൻ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ഡ്രസ്സും കംഫർട്ടബിൾ ഡ്രസ്സും എനിക്ക് പാൻറ്റും ഷർട്ടാണ്. ഭയങ്കര രസമാണ് മമ്മിയുടെ, എനിക്ക് ഭയങ്കര കാരണം കുറച്ച് ലൂസായിട്ടുള്ള ടോപ്പും നല്ല ലൂസായിട്ടുള്ള ഒരു പാൻറ്റാണ്. ഐ ആം വെരി ഹാപ്പി, എസ്പെഷ്യലി ട്രാവലിങ്ങിന് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു സ്റ്റോളും കൂടി വെച്ചാൽ വെരി ഹാപ്പി. ശരിക്കും എല്ലാവരും എന്തിനാ അല്ലെ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് റെസ്ട്രിക്ട് ചെയ്യുന്നത് അല്ലേ? എന്ന് വെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞാൽ അയ്യോ എനിക്കിത് ഇടാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ട്രൈ ചെയ്യണം. കാരണം നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കലല്ല, നമ്മുടെ കംഫർട്ട്, നമ്മുടെ കോൺഫിഡൻസ്, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കേരളത്തിലും കൂടി അങ്ങനത്തെ ഒരു എല്ലാവർക്കും ഒരു സിസ്റ്റം അത് ഗ്രാജുവലി ആവും. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ജനറേഷൻ വരുമ്പോൾ നോക്കിക്കും അതൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്യും. പിന്നെ ഇപ്പോൾ അമ്മമാരും ഭയങ്കര സപ്പോർട്ടീവാ. അല്ലെ, ഇപ്പൊ സ്കൂളുകളിലായി തുടങ്ങി പാന്റും ഷർട്ടും ആയിട്ട് ടോപ്പ് ആൻഡ് ഇറക്കുള്ള ടോപ്പ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. പിന്നെ ഒരു ലൂസ് ടൈപ്പ്, കുറച്ച് ലൂസ് ആയേക്കാളും എന്റെ കംഫർട്ട് മമ്മിയുടെ കംഫർട്ട് സോൺ അതല്ലേ, അത് മറ്റൊരാൾ ക്വസ്റ്റ്യൻ ചെയ്യാനോ അതല്ലെങ്കിൽ അതിനെ കുറിച്ച് നെഗറ്റീവ് പറയാണ്ട് അവർക്ക് അതാണ് ഹാപ്പി എങ്കിൽ അതല്ലേ. മോഡസ്റ്റ് ഡ്രസ്സ്, മോഡസ്റ്റ് ആവണം. ഏത് ഡ്രസ് ആണെങ്കിലും മോഡസ്റ്റ് ആവാം. അതാണ് ആ മോഡസ്റ്റ് ആണ് ഏറ്റവും വലിയ ഒരു ഇതുള്ളത്, ഇമ്പോർട്ടൻസ് ഉള്ളത്. ഞാൻ മമ്മി എടുത്തു. അഡ്വൈസ് ഫോർ അതേഴ്സ് who are starting new ventures. അത് മിലൻ തന്നെ നല്ലത്. ഓക്കെ, ഏത് വെഞ്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ബിസിനസ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് റിസർച്ചും കാര്യങ്ങളും ഒബ്സർവേഷനും വേണം. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ചിന്തിക്കുക എപ്പോഴും പോസിറ്റീവ് സൈഡ്സ് ആണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 1,00,000 രൂപയുണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാവും ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എനിക്ക് 1.5 ആവും 2 ആവും, ഒരിക്കലും അല്ല. പിന്നെ പല മോട്ടിവേറ്റേഴ്സും കൊടുക്കുന്ന ഒരു തെറ്റായ ഒരു ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കോടി ടേൺ ഓവർ അങ്ങനെ പറയും. പക്ഷെ ഈ ടേൺ ഓവർ എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല. അതിൻ്റെ അകത്ത് എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് വരുന്നത്. അതായത് ഇപ്പം നമ്മുടെ എക്സ്പെൻസുകൾ വരുന്നുണ്ട്, അതായത് ഫുൾ എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു എമൗണ്ട് ആണ്. ആ ടേൺ ഓവറിൽ നിന്ന് നമ്മൾ പലതായിട്ട് പല സ്ഥലത്തോട്ട് പോയി കഴിയുമ്പോൾ അവരുടെ പ്രോഫിറ്റ് പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പം മിക്ക മോട്ടിവേഷണൽ സ്പീക്കേഴ്സും പറയും നിങ്ങളൊരു ബിസിനസ് തുടങ്ങൂ, ഇന്ന വർഷത്തിൽ ഇത്രയും ടേൺ ഓവർ, ആ ഒരു എമൗണ്ടിൽ മാത്രം ആൾക്കാർ കയറി പിടിക്കും. പക്ഷേ ഞാൻ പറയുവാണ്, ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ എന്ത് തുടങ്ങണമെങ്കിലും നിങ്ങൾ ഒരുപാട് ഇവാലുവേറ്റ് ചെയ്യണം, റിസർച്ച് നടത്തണം എപ്പോഴും. ഇപ്പം എമൗണ്ട് വേണ്ട ഒന്നും ബിസിനസ് ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം
പല ആൾക്കാരും തുടങ്ങിയിട്ട് നിർത്തിപ്പോകാൻ കാരണം ഈ റീസ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഇപ്പം ഞാൻ ഇന്നൊരു 5 ലക്ഷം രൂപ ഇറക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് സെല്ല് ചെയ്തിട്ട് ഈ എമൗണ്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ എമൗണ്ട് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റണം. അതേ സാധനങ്ങൾ അവിടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആൾക്കാർ പറയും അവിടെ ആ കളക്ഷൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്താണേലും അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നാൽ പിന്നെ കസ്റ്റമേഴ്സ് വരില്ല. എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടാവണം. നമുക്ക് ഇൻ കേസ് നമുക്ക് എത്രമാത്രം റിസ്ക് വരാം, നമ്മൾ ഒരിക്കലും റിസ്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏറ്റവും കുറഞ്ഞ രീതിയിൽ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യരുത്. ഏറ്റവും വേഴ്സ് സിറ്റുവേഷൻ എന്താണെന്ന് എപ്പോഴും നമുക്ക്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഡിസിഷനും കമാൻഡിങ്ങും ഒരാളിൽ നിന്ന് പോകണം. കാരണം പലരാകുമ്പോഴത്തേനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫൈനൽ ഒരു ആൻസർ ഉണ്ടാവില്ല. അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു സിസ്റ്റം ഉണ്ടാവണം. ഇതിൻ്റെ അകത്ത് വരുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണെന്ന് അറിയണം. സോഷ്യൽ മീഡിയ ബാക്ക്ഗ്രൗണ്ട്സിൽ നമുക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് റിസ്ക് എടുക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ, അതായത് എനിക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. ധൈര്യം വേണം, ഫൈനാൻഷ്യൽ സപ്പോർട്ട് വേണം. ഇപ്പം ലോൺ എടുക്കുവാണെങ്കിലും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റണം. ഏതൊക്കെ കസ്റ്റമേഴ്സ് ഇത് വാങ്ങും, വാങ്ങില്ല, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ മാർക്കറ്റ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. അപ്പം തുടങ്ങുക എന്ന് പറയുന്നത് ഈസിയാണ്, ചിലപ്പോൾ ഒരു നല്ല സ്ഥലത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഈസിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് പലരും ഫെയിൽ ആവുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. കാരണം കുറച്ച് പൈസ കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ പല ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടും പോവും, അപ്പം താളം തെറ്റും. അപ്പം മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ആ ലെവലിലായിരിക്കണം നമ്മൾ തുടക്കത്തിന് മുന്നേ ചിന്തിക്കേണ്ടത്. അപ്പം അതാണ് എനിക്ക് സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്യാം ഒരു അഡ്വൈസ്. അടിപൊളി ക്വസ്റ്റ്യൻ മമ്മിക്ക്, നല്ല രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ലെസൺ യു ലേൺഡ് ഫ്രം യുവർ ഹസ്ബൻഡ്. താങ്കളുടെ ഭർത്താവിൽ നിന്നും പഠിച്ച ഒരു ലെസൺ മമ്മിക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ ഒരു ബിസിനസ്, തിയേറ്റർ ബിസിനസ് എന്ന് വെച്ചാൽ 100+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് പപ്പ ഇപ്പോൾ 4th ജനറേഷൻ ആണ്, മമ്മി അതിന് ശേഷം ബിസിനസ്സിലോട്ട് വന്നതാണ്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു ഇതാക്കിയിട്ട് മമ്മിയുടെ ഭർത്താവിൽ നിന്ന് കിട്ടിയ ഒരു നല്ലൊരു ലെസൺ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യം പറയണെങ്കിൽ ആള് ഒന്നും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് പുറത്തേക്ക് പറയില്ല. ആളൊരു കാര്യം കേട്ടാൽ അത് ഉള്ളിൽ വെച്ച് അത് ചിന്തിച്ച്, എൻ്റെ സ്വഭാവമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മറുപടി പറയും. മനസ്സിലായി? എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആൻസർ റെഡിയാണ്. ആളങ്ങനെയല്ല, ആൾ വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കുള്ളൂ. അതാണ് തിങ്ക് ചെയ്ത് റീതിങ്ക് ചെയ്ത് സൈഡ് ഇഫക്റ്റും എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. ഈവൻ അത് പോളിനും സെയിം ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പൊ നമ്മളും ലൈഫിലല്ലേ ശരിക്കും പെട്ടെന്നുള്ള എടുത്തുചാട്ടം പല അബദ്ധത്തിലോട്ടും. എന്റെ അങ്ങനെയാണ് കേട്ടോ, പെട്ടെന്നാണ് ഫുൾ അത് നമ്മൾ എത്ര പോസിറ്റീവ് ആയിട്ട് വരണമെന്ന് ആഗ്രഹിച്ചാലും ചില സ്ഥലങ്ങളിൽ നേരെ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട്. വളരെ ചിന്തിക്കുക, എന്ത് കാര്യം പെട്ടെന്ന് കേട്ടാലും നന്നായി ചിന്തിച്ചതിന് ശേഷം ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആൻസർ പറയാം. ഇനി എനിക്കുള്ളത് മമ്മി എടുത്തു. മോസ്റ്റ് മെമ്മറബിൾ ഡേ ഇൻ മിലാൻറ്റിക്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മിലാൻറ്റിക് ഓപ്പൺ ആയതൊക്കെ നമ്മൾ ഭയങ്കര ഒരു കുറേ എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ്. എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ എന്ന് പറയുന്നത്, എനിക്കൊന്ന് സെയിലിൻ്റെ ഒക്കെ സമയത്ത് വന്ന് കസ്റ്റമേഴ്സ് വന്ന് പറയുന്ന കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് സെയിൽ, ഓണം രണ്ടും എനിക്കിഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ കസ്റ്റമേഴ്സ് കാണുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അവരെ കാണുന്നില്ല. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര, എനിക്ക് വീഡിയോ ചെയ്യാൻ മടിയുള്ള ആളാണ്. ഇത് പറഞ്ഞ് ആരും വിശ്വസിക്കില്ല. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനോടാണെങ്കിലും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ, ഞാൻ ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിക്കുന്നതന്നെ റെയറാണ്. ആരെ കിട്ടുന്ന അവരെ വെച്ച് ഞാൻ ഫോണിൽ വീഡിയോ എടുക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ അവരെന്നോട് ഇങ്ങോട്ട് വന്ന് പറയാറുണ്ട് വീഡിയോ കാണാൻ ഇഷ്ടം, സംസാരം ഇഷ്ടമാണ്. അപ്പം അത് കേൾക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ അത്ര ഇപ്പം കാണുമ്പോൾ എല്ലാവരും ഓർക്കും ഭയങ്കര വീഡിയോ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ ഏറ്റവും മടിയുള്ള ആളാണ്. എന്നിട്ട് ആ കമന്റ് കിട്ടുമ്പോൾ അത് പറയണെങ്കിൽ ഞാൻ ഇപ്പം മിലന്റെ കാര്യം എല്ലാം നല്ല റിമാർക്സ് നന്നായിട്ട് തന്നെ പറയണം. ഇപ്പോഴത്തെ പുതിയ മരുമക്കളും അമ്മായിമ്മമാരും തമ്മിലുള്ള ബോണ്ട് അങ്ങനെയാണ്. പണ്ടൊന്നും നമ്മൾ നല്ല റിമാർക്സ് കണ്ടാലും അമ്മായിമ്മമാരൊന്നും മിണ്ടില്ല അങ്ങോട്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളെല്ലാവരും നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ എടുത്തു പറയണം. ഇപ്പം മിലനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിലൻ ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ നന്നായിട്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ എല്ലാവർക്കും കാണുന്നവർക്ക് തന്നെ പറയണില്ല മിലിനോട്. മിലൻ നന്നായിട്ട് ഈ വാക്ചാതുര്യം നന്നായിട്ടുണ്ട്.
സംസാരിക്കാനുള്ള മാത്രമേ ഉള്ളെന്ന്. അല്ല എനിക്കിത് spontaneous ആയിട്ട് words കിട്ടാറുണ്ട് മലയാളത്തിൽ ദീപാവലി നന്നായി അത് കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ സൗണ്ട് ഇഫക്റ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നോടും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ പ്രസൻറ്റേഷൻ, ദ പ്രസൻറ്റേഷൻ ഓഫ് ഓരോ ഇതിൻ്റെയും. മമ്മിക്ക് അറിയാം എനിക്കത് എവിടുന്നാ കിട്ടിയെന്ന്.